എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണം, കരയരുത്, പിടിച്ചു നിൽക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ജീവിതം നമ്മുടെ മുമ്പിൽ ഓരോ സങ്കടങ്ങളൊക്കെ കൊണ്ടു തരുമ്പോഴത്തേനും പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ പൊട്ടിക്കരയാറുണ്ട് അല്ലേ? ചിലപ്പോൾ ചില മനുഷ്യരുടെ മുമ്പിലൊക്കെ പോയിരുന്ന് കരയുന്നുണ്ട്. ചിലർ ആ കരച്ചിലൊക്കെ ഒന്ന് ഉള്ളിൽ ഒതുക്കി നിർത്തി പരമാവധി പിടിച്ചു നിൽക്കുന്നുണ്ട്. ചില സമയത്ത് കൺട്രോൾ വിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. ആഗ്രഹമുണ്ട്, കരയരുത്, പിടിച്ചു നിൽക്കണം, മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ കുറച്ച് സമയം നമ്മൾ സംസാരിക്കുമ്പോൾ അച്ഛൻ നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളൊരു കാര്യമാണ്, കരഞ്ഞോളാൻ. ആഗ്രഹമുണ്ട്, പിടിച്ച് നിൽക്കണമെന്നും കരയരുതെന്നും സ്ട്രഗിൾ ചെയ്യാതെ സങ്കടപ്പെടാതെ ഒക്കെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ കരയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ആളുകൾ നമ്മളോട് പറയാറുണ്ട് ഇങ്ങനെ കരയിൽ പിടിച്ച് നിൽക്കണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരച്ചിൽ വന്നാൽ കരയുക തന്നെ ചെയ്യണം. ചുമ്മാ പിഴിഞ്ഞ് കളയാനൊന്നും പറ്റത്തില്ല നമ്മുടെ കണ്ണുനീര്. അത് കരഞ്ഞു തന്നെ പോട്ടെ. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരുടെ മുമ്പിലായി പോയി കരയുന്നതെന്നും പരാതിപ്പെടുന്നതെന്നും സങ്കടപ്പെടുന്നതെന്നും ഒക്കെ. നമുക്ക് പെട്ടെന്നുള്ളൊരു ഒരു വിളി ഇങ്ങനെയാണ്, ഓടിപ്പോയി നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ ഒന്ന് പോയി കരയാൻ. പലപ്പോഴും ജീവിതം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടില്ലേ? അങ്ങനെ നമ്മൾ മുമ്പിൽ പോയി കരഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവാതെ പോയത്, അങ്ങനെ അവർക്ക് മനസ്സിലാവാഞ്ഞതും അവർ നമ്മുടെ കണ്ണുനീരിനെ തെറ്റിദ്ധരിച്ചതും ഒക്കെ നമുക്ക് പിന്നെയും പിന്നെയും സങ്കടത്തിന് കാരണമായി. ആഗ്രഹിച്ചിട്ടുണ്ട്, ഇവരെന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ കണ്ണുനീരൊന്ന് തുടച്ചിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് എൻ്റെ കണ്ണുനീരൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നവരൊന്നും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കാണത്തില്ല. ആവശ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, നമ്മുടെ നെഞ്ച് കീറി പുകയുമ്പോൾ കാണാനും മനസ്സിലാക്കാനും ഒന്നും ആരും കാണില്ല. ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കളിയാക്കുകയും നമ്മളെ നാറ്റിച്ചു വിടുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളാണ് നമുക്കുള്ളത്. കരയണം. ഇത് ഉള്ളി വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ വേറെ വല്ല അസുഖവും ടെൻഷനും ഒക്കെ വരും. കരയണം. ആരുടെ മുമ്പിൽ? ഈശോയുടെ മുമ്പിൽ. യോഹന്നാന്റെ സുവിശേഷത്തിലും ഒപ്പം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സന്ദർഭമില്ലേ? മർക്കോസ് 14:1 ഈശോ ഇങ്ങനെ ബഥാനിയയിൽ ആയിരിക്കുമ്പോൾ ഈശോയുടെ കാൽച്ചോട്ടിൽ വളരെ വില കൂടിയ സുഗന്ധം, നാർദീൻ സുഗന്ധതൈലം ഉള്ള ഒരു വെൺകൽഭരണി കൊണ്ട് തുറക്കുന്നുണ്ട് അല്ലേ? അതാരാ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മറിയമാണ് ബഥാനിയയിൽ വെച്ച് ഈശോയുടെ കാൽച്ചോട്ടിൽ ആ അലബാസ്റ്റർ ജാർ, ആ ശുദ്ധമായ വില കൂടിയ നാർദീൻ സുഗന്ധതൈലം അടങ്ങിയ ആ വെൺകൽഭരണി തുറക്കുന്നത് മറിയമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെ ഇങ്ങനെ നമ്മുടെ ലൈഫായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ചേക്കുക. ഇങ്ങനെ ഒരു ഭരണി പോലെ ഒരു ജീവിതമാണ്, അടച്ചു വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അതിനകത്ത് മുഴുവൻ ഇങ്ങനെ സങ്കടങ്ങളായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സങ്കടം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ട് തുറന്നു വെച്ചാൽ, മുമ്പേ പറഞ്ഞതുപോലെ നാറ്റിക്കലായിരിക്കും ഫലം. അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും, നമുക്കുണ്ടായ ഒരു കുറവും സങ്കടവും ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നമ്മളെ ഒരു കോമഡി വസ്തുവാക്കി, ഒരു ചിരിക്കാനുള്ളൊരു സബ്ജക്റ്റാക്കി മാറ്റിയേക്കും. കൊണ്ട് വെക്കേണ്ടത് ഈശോയുടെ മുമ്പിലാണ്. ഈ സുഗന്ധതൈലം എന്ന് വെച്ചാൽ നീ ചീഞ്ഞു നാറുന്ന ഒരു ഭരണിയല്ല, പകരം തുറന്നാൽ ഒരു വീട് മുഴുവൻ നിറയാൻ പറ്റുന്ന ശുദ്ധ പരിമളമാണെന്ന് നിന്നെ കാണിച്ചു തരാൻ പറ്റുന്നത് ഇത് നീ ഈ സങ്കടം മുമ്പേ ഈശോയുടെ മുമ്പിൽ കൊണ്ട് തുറന്നു വെച്ചാലേ ഉള്ളൂ. നാട്ടുകാരുടെ മുമ്പിൽ പോയി തുറന്നു വെച്ചാൽ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ പോയി തുറന്നു വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ആ പരിമളം, ആ ഒരു സുഗന്ധം മനസ്സിലാവില്ല, സാധ്യതകൾ മനസ്സിലാവില്ല. ഈശോയുടെ മുമ്പിൽ, ഈശോയുടെ കാൽച്ചോട്ടിൽ കൊണ്ട് ഇത് ഇറക്കി വെക്കുമ്പോൾ മാത്രമേ ഇതിനകത്തുനിന്ന് ഒരു മുറി മുഴുവൻ, ആയിരിക്കുന്ന ഇടം മുഴുവൻ അതിനെ പരിമളമാക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം നിൻ്റെ ഉള്ളിലുണ്ടെന്ന് കാണിച്ചു തരാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. സോ കരയണം ഈശോയുടെ മുമ്പിൽ. ഇപ്പോൾ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസമാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ, ഏറ്റവും അടുത്തൊരു സിറ്റുവേഷനിൽ ഒരു ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയിരിക്കുക, ബലിയർപ്പിക്കുക, അവിടെ പോയിരുന്ന് കരയുക, വചനം വായിക്കുക. വചനത്തിൻ്റെ താളുകൾ മറിയുമ്പോൾ ചിലപ്പോൾ കണ്ണുനീര് കുടുകൂടാന്ന് വീഴുന്നുണ്ടാവും. ആ താളുകൾ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുനീര് കാരണം നനയുന്നുണ്ടാവും. നനഞ്ഞോട്ടെ. വീണത് ബൈബിളിലെ ആ കടലാസ് കഷ്ണത്തിലേക്കല്ല, ഈശോയുടെ കൺമുമ്പിലാണെന്ന് ഓർത്തുകൊണ്ട്, ഈശോയുടെ കാൽച്ചോട്ടിലേക്കാണ് ഈ സങ്കടം ഞാൻ ഇറക്കി വെച്ചതെന്ന് ഒരു ചിന്തയോടുകൂടി ഓരോ വചനവും വായിക്കുക, ആരാധന അർപ്പിക്കുക, ബലി അർപ്പിക്കുക. നീ നാണം കെട്ട് പോകാനോ ഈ കരച്ചിൽ എന്നത്തേക്കുമായിട്ട് തുടരാനോ ഒന്നും ഈശോ അനുവദിക്കില്ല. കണ്ണുനീര് തുടയ്ക്കുകയും അത് കുപ്പിയിൽ ശേഖരിക്കുകയും ചെയ്യുക മാത്രമല്ല, നീ കരയാൻ കാരണമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനും കണ്ടുവച്ചിരിക്കുന്നത് ഈശോ മാത്രമാണ്. ഇത് നാട്ടുകാരുടെ മുമ്പിൽ ഒരു സാധാ ഭരണിയാണ്. അതിൻ്റെ അകത്തെ സാധ്യതകൾ ആർക്കും അറിയില്ല. നീ കരയുന്നത് മാത്രമേ നാട്ടുകാർ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിൻ്റെ ഉള്ളിലുള്ള സാധ്യതകളെ ഈ ശുദ്ധ നാർദീൻ തൈലം അടങ്ങിയിരിക്കുന്ന ഒരു വെൺകൽഭരണിയാണ് നീയെന്ന് അറിയാവുന്ന ഒരൊറ്റ ആൾ ഈശോ മാത്രമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി പൊട്ടരുത്. പൊട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ കാൽച്ചോട്ടിൽ, ആളുകളുടെ മുമ്പിൽ പോയി കാരണം ബോധിപ്പിക്കാൻ നിൽക്കരുത്. ഈശോയുടെ മുമ്പിൽ പോയി കാൽച്ചോട്ടിൽ കണ്ണുനീര് മാത്രം ഒഴുക്കുക. കർത്താവ് നിനക്കൊരു സൊല്യൂഷൻ തന്നിരിക്കും. ഇന്നൊരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഈ വചനം, മറിയം അനുഭവിച്ച ഈശോയുടെ ആ സ്നേഹ സാന്നിധ്യവും അവൾ ഈശോയുടെ മുമ്പിൽ കൊണ്ട് ഇറക്കി വെച്ച ആ ഒരു ഭരണിയും പോലെ ഒന്ന് തുറക്കാൻ നിങ്ങളെ ഈശോ തന്നെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യതകളെ മുഴുവൻ ലോകം മുഴുവനിലേക്കും അനുഗ്രഹമാക്കാൻ വേണ്ടി ഈശോ വഴി തുറക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.